ഗൈസ്, അപ്പൊ ഇന്നത്തെ മറ്റൊരു ലുക്ക് നമുക്ക് കാണാം. അതിനു മുന്നേ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലുക്കിനേക്കാൾ കൂടുതൽ മേക്കപ്പ് ലുക്കാണ്. ഓണത്തിന് പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതും ഒരു ഡിഫറെന്റ് കോസ്റ്റ്യൂമിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോണത് സ്കിൻ കെയർ എന്ന് വെച്ചാൽ ആലോവേറ ജെൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തോളൂ. നമ്മള് ഇതിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇങ്ങനെ ഒരു സ്പഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉപകാരം കേട്ടാ. വേഗം ഇത് ബ്ലെൻഡ് ആവും. പെട്ടെന്ന് എങ്ങനെയും എവിടേക്കെങ്കിലും പോകണമെങ്കിൽ നമുക്ക് വേഗം ഇത് ബ്ലെൻഡ് ആവാൻ ഹെൽപ്പ് ആവും കൂട്ടാ. ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളിത് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. ഇനി ആ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഐബ്രോ പെൻസിൽ ബ്രൗൺ ഷെയ്ഡാണ് എടുക്കുന്നത്. അപ്പൊ ഇതെടുത്ത് നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. എന്റെ പിരികൻ ഇവിടെ അടുത്തുള്ള വീടിന്റെ അടുത്തുള്ള ഒരു ലോക്കൽ ഷോപ്പില് ഒരു ലോക്കലായിട്ടുള്ള ബ്യൂട്ടി പാർലർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോക്കൽ എന്ന് വെച്ചാൽ എങ്ങനെയല്ല, ഒരു ചെറിയൊരു ബ്യൂട്ടി പാർലറാണ്. അപ്പൊ അവിടെ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെറിയ സ്ഥലങ്ങളിൽ പോകാറില്ല. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ പിരികൻ എപ്പോഴും തുമ്പിവാല് പോലെ ആവാറാണ് പതിവ്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം എപ്പോഴും ഞാൻ ഒന്നല്ലെങ്കിൽ തൃശ്ശൂർ പോയിട്ടെങ്ങാനും ടുലിപ്സിലോ അല്ലെങ്കിൽ റെഡ് ലിപ്സിലോ എങ്ങാനാണ് പോവാറ്. അപ്പോൾ ഇപ്രാവശ്യം മാറ്റി ചെയ്ത കാരണം എൻ്റെ ഷേപ്പ് തന്നെ പോയി. ആകെ തുമ്പിവാല് പോലെ ആയിരുന്നു. ഇതിലും കഷ്ടമായിരുന്നു. ഇപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ശരിയായിട്ട് വരുന്നത്. ഇനിയിപ്പോ ഓണായ കാരണം ഇനി ചെയ്ത് കഴിഞ്ഞാൽ പെടും. ഇനി 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും വിചാരിക്കുന്നത് ഐബ്രോ പെൻസിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്യാം. വല്ല സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റേസ് ചെയ്ത് കളയാൻ വിചാരിച്ചിട്ടിരിക്കണത്. ഇപ്പൊ തൽക്കാലത്തിനൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. എന്റെ ഈ എഡ്ജൊക്കെ അവര് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നു. പക്ഷെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. ഉള്ളിൽ വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോവാണ്ടിരിക്കും. അതാണ് പതിവ്. അതിന്റെ പിൻഭാഗത്ത് തന്നെ നമുക്ക് ബ്രഷ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ടൊന്ന് നമുക്കിത് കോംബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐബ്രോസ് എല്ലാം സെറ്റായിട്ടിരിക്കാൻ. അധികം വളർന്നിട്ടൊന്നും ഇല്ലാത്ത വല്ലാണ്ട് കോംബ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ചെറിയൊരു വൃത്തിക്ക് എന്നുള്ള രീതിക്ക് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഐബ്രോസ് സെറ്റായിട്ടുണ്ട്. ഇവിടെ കൂടി വരച്ച വേണ്ട, ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. അതുകൊണ്ട് നമുക്കിത് മതി. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളെ ന്യൂഡിന്റെ ഐഷാഡോ പാലറ്റ് ആണ് നമ്മൾ എടുത്തേക്കണത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു നല്ല ഷെയ്ഡ് നോക്കി കണ്ണമ്മ കൊടുക്കാം. നമ്മൾ ഐഷാഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് ഐലൈനർ മാത്രം എഴുതാം. ഇതിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റില്ല. ഞാൻ എന്തായാലും വേറൊരു മിററിൽ നോക്കിയിട്ട് എഴുതട്ടെ കേട്ടാ. ഒരുവിധം ഞാൻ അവിടെ പോയി എഴുതിട്ടാ, മിറർ നോക്കിയിട്ട് എഴുതി. വിങ്സ് പക്ഷെ ഒന്ന് പരന്നുണ്ട്. ഞാനപ്പോ ഒന്ന് മാച്ചു. യെസ്, ഞാൻ എങ്ങനെ വാലിട്ടാലും രണ്ട് വിധത്തിലാണ് ആവാറ്. എന്നാലും നമുക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് മസ്കാര ഇടാം. അയ്യോ, മസ്കാര ഇടുന്നതിന് മുന്നായിട്ട് കാജൽ അടിയിലൊന്ന് എഴുതണം. ഇതാ ഇവിടെ ഫിറ്റ് ഷൈൻ, ഫിറ്റ് സ്കിൻ. അപ്പൊ നമുക്ക് കാജൽ എഴുതാം. കയ്യുമൊക്കെ ആയിട്ടുണ്ട്. കയ്യുമായി കഴിഞ്ഞാൽ സൂക്ഷിക്കണം. കാരണം മുഖത്തായി കഴിഞ്ഞാൽ പോവില്ല.
അപ്പം ഈ ഒരു രീതിക്ക് തന്നെ അടിക്കണം എഴുതിയാൽ മതി, വലിയ കട്ടിയായിട്ട് കൊടുക്കണ്ട. അപ്പം നമ്മൾ കാജൽ അടിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. ഹെയർ ഒന്ന് കളയണം. ഇതെല്ലാം ഓണത്തിന്റെ തലേനാള് ഉത്രാടപ്പാച്ചലിന് വേണ്ടി മാറ്റി ചെയ്യണ കാര്യങ്ങളാണ്. എല്ലാം കൂടി അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ഭയങ്കര ബിസി ആയിരിക്കും ഉത്രാടത്തിനന്ന്. സ്കിൻ കെയർ ചെയ്യല്, വീട്ടിലത്തെ പരിപാടി ചെയ്യലൊക്കെ കൂടിയായിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ബ്ലഷ് ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഇടുമ്പോൾ നമ്മൾ എന്തിനാ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പൗഡർ ആയിട്ടുള്ള, ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇതാണ്. ഇത് ഹൈലൈറ്റർ ആണ് ശരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യണു, ഇതിന്നൊരു റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് കൊടയാ. ഈ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് കൊടയണം. അതല്ല നമ്മൾ കൈ കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ആ നേരത്തെ എടുത്ത സ്പഞ്ച് കൊണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ഒരു സൈഡ് കൂടി ഞാൻ എടുത്തപ്പോൾ തന്നെ കുടയാൻ മറന്നു. പെട്ടെന്ന് വീഡിയോന്റെ ഇതിൽ ഞാൻ അങ്ങനെ ഇട്ടുപോയി. ഇത്ര നിന്നോട്ടെ. എനിക്ക് പൊതുവെ ബ്ലഷ് ഇടാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് ഈ ഒരു റെഡ് ഷെയ്ഡും പിങ്ക് ഷെയ്ഡൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് പീച്ച് ഷെയ്ഡാണ് കൂടുതൽ ഇഷ്ടം. ഇനി നമുക്ക് ഇതേ റെഡ് ഷെയ്ഡ് തന്നെ ഒന്ന് കുടയാ ഇപ്പുറത്തൊന്ന് ചെയ്ത് കൊടുക്കുക. ചിരിച്ചിട്ട് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ആ സ്ഥലം അറിയുള്ളൂ കേട്ടോ. എനിക്കൊക്കെ അങ്ങനെയാണ്. കൂടി പൗഡർ വൈസ് ആയിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ഇടുമ്പോഴുള്ള പ്രശ്നം നന്നായിട്ട് കൂടും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ ഒരു പിങ്ക് ഷെയ്ഡ് മതി, ഇത് മതി. ഞാൻ ഈ രണ്ട് സ്ഥലത്താണ് സ്വതവ കൊടുക്കാറ്. ചിലവർ ഈ മൂക്കുമൊക്കെ ഇങ്ങനെ കൊടുക്കും. നമുക്ക് വീഡിയോയ്ക്കായ കാരണം മൂക്കുമൊക്കൊന്ന് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്ന ഒരു ലിപ് ഗ്ലോസ് ആണ്. എനിക്ക് ഈ ലിപ് ഗ്ലോസ് ഭയങ്കര ഇഷ്ടം. കാരണം ഈ ഒരു ഷെയ്ഡ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ കളറായാലും കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇത് നമ്മളൊരു ലിപ്സ്റ്റിക്കിന്റെ മേലെ കൂടെ ഇടേണ്ട മെയിൻ സാധനമാണല്ലോ ലിപ് ഗ്ലോസ്. പക്ഷെ ഞാൻ ഒരു ലിപ്സ്റ്റിക് ഇടാണ്ട് ഇതിന്റെ മേലെ കൂടെ ഇടുമ്പോൾ അത് വാഷ് ഔട്ടായി പോവും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് പോവും, ഡയറക്റ്റ് ചുണ്ടിന്റെ കളറിലേക്ക് വരും. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഈ ചെറിയ പൊട്ട് മതി. അപ്പം ഇതുകൂടിയും കുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് മേക്കപ്പ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് എടുത്തും നമ്മുടെ ഈ ബോൺ ഉണ്ടല്ലോ, ബ്യൂട്ടി ബോൺ, ഇവിടെ കൂടി ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഞാൻ ഇപ്പം ചെയ്യാത്തത് എൻ്റെ ബ്ലൗസ് ഇത്തിരി ക്ലോസ് നെക്കാണ്, അതാണ് ഞാൻ ചെയ്യാത്തത്. അപ്പം നിങ്ങളുടെ ഓപ്പൺ നെക്ക് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഇടാം. ഇപ്പൊ ഫേസ് മേക്കപ്പ് ഇത്രയൊക്കെ നമ്മൾ മതി. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോണവരാകുമ്പോൾ ഒരു ചന്ദനം കൂടി മരിക്കുമല്ലോ. അപ്പം നമുക്ക് ചന്ദനത്തിന് ക്ഷാമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഫൗണ്ടേഷൻ തന്നെ എടുത്തിട്ട് ഒരു വര അങ്ങോട്ട് വരച്ച ചന്ദനായി. അപ്പം ചന്ദനത്തിന് ചന്ദനമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫേസ് മേക്കപ്പ് ഇത്രയൊക്കെ മതി ഓണത്തിന്. ഓണം ലുക്കല്ലേ, അപ്പം ഇതൊക്കെ മതി. ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല പോലെ ഉണ്ടാവും. കാരണം എന്താണെങ്കിൽ ഇപ്പം ഈ ലൈറ്റിൽ നമുക്ക് അധികം അറിയില്ല. പുറത്തേക്ക് ഡേ ലൈറ്റിൽ വരുമ്പോൾ നമ്മൾ ഈ ചെയ്ത മേക്കപ്പ് ഒക്കെ വിസിബിൾ ആയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുക. വല്ലപ്പോഴൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തൊക്കെ ഇറങ്ങാൻ പറ്റുന്ന അവസരമല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഹെയർ സെറ്റാക്കാം. അപ്പം ഇവിടെ നമ്മൾ സ്ലൈഡ് കുത്തി സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഓപ്പൺ ഹെയറിൽ മുല്ലപ്പൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കാണ്, ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരുവിധം ലുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് എടുത്ത് ഇടാം. ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ ഇടാം. അപ്പം ഈ മാലയാണ് നമ്മൾ ഇടാൻ പോണത്. കാരണം നമുക്ക് മാച്ചിങ് ഇതാണ് കുറച്ചുകൂടിയും ഗോൾഡൻ വൈസ് ആയിട്ട് ഇടുമ്പോൾ ഔട്ട്ഫിറ്റിനൊപ്പം പോവാത്ത മാതിരി തോന്നുക. അപ്പം നമ്മൾ ബ്ലാക്ക് ചോക്കർ തന്നെയാണ് ഇതിന് പെയർ ചെയ്യാൻ പോണേട്ടാ. ഞാൻ കമ്മൽ മാറ്റും, കാരണം കമ്മൽ മാച്ചില്ല. പക്ഷെ എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. യെസ്,
നമുക്ക് കമ്മൽ ഊരി കൊടുക്കാം. ഈ ഒരു ചോക്കറിന്റെ ലോക്കറ്റ് പോലെ തന്നെയാട്ടോ, ഇത് തന്നെയാണ് ഇതിന്റെ കമ്മലും വരുന്നത്. അപ്പോൾ ഈ കമ്മൽ ഊരിട്ട് കൊടുത്താൽ നമുക്ക് മാച്ചിങ് ആയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ശങ്കീരിയും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളപ്പോൾ മറ്റുള്ള കമ്മലിന്റെ ശങ്കീരൊക്കെ എടുത്തിട്ടാണ് ഇടുക. യെസ്, അപ്പോൾ നമ്മുടെ കമ്മൽ മാലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ജ്വല്ലറി സെറ്റ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു വളയെ കൂടി എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു വളയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ബ്ലാക്ക് കുപ്പിവളയും പീക്കോക്ക് കളറുള്ള വേറെ വളയാണ്. ഇതിൽ ഞാൻ ഇത്തിരി ഡാർക്ക് ബ്ലൂവും പിന്നെ പീക്കോക്കും കൂടി മിക്സ് ചെയ്തിട്ടേക്കണം കേട്ടോ. ഇതാണ് വളയായിട്ട് കൊടുത്തേക്കണത്. ഇനി നമുക്ക് ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് കാണാം. ഈ ക്യാമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടാണ് ഗൈസ്. യെസ്, അപ്പോൾ നമ്മുടെ ഓണം ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫുൾ ടോട്ടലായിട്ട് കാണിച്ചു തരാം. ഞാനിത് എത്ര നോക്കിയിട്ടും എനിക്ക് എൻ്റെ ഫുൾ ലുക്ക് ഈ വീഡിയോ പോസ്റ്റിൽ ചെയ്യാൻ പറ്റണില്ല. ഞാനത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യണതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത ഓണം ലുക്ക് ആയിട്ട് കാണാം. ടാറ്റാ.